കഴിഞ്ഞു. നമ്മളിപ്പോൾ മഴ ചെറുതായിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജ് അമ്മയും കുഞ്ഞും പ്രതിമയുടെ അടുത്തായിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 20 വർഷത്തിൽ അധികമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് RCC ആയാലും ശ്രീചിത്ര ആയാലും മെഡിക്കൽ കോളേജിലായാലും ഇഷ്ടംപോലെ പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. ഭക്ഷണം മാത്രമല്ല, അവർ ഇഷ്ടംപോലെ കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ട്. സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു സുന്നി സംഘടനയുണ്ട്. ആ സുന്നി സംഘടനയുടെ കീഴിലുള്ള SKSSFൻ്റെ ഒരു ഗ്രാൻഡായിട്ടുള്ള പെരുന്നാൾ സമയത്തുള്ള ഒരു ഫുഡിങ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും മഹദി ഹാജറ ബീവിയുടെയും ത്യാഗസ്മരണ പൂർവമായ ജീവിതം നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഈ മഹിതമായ ഈ ബലി പെരുന്നാൾ ദിനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്തയുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന SKSSF ഭീമാപള്ളി മേഖലാ കമ്മിറ്റി എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും പെരുന്നാൾ ദിനങ്ങളിൽ RCC മെഡിക്കൽ കോളേജ് പോലെ ആതുര സേവന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മഹിതമായ ഈ സംഘടന ഇന്ന് പെരുന്നാൾ ദിനമായ ഞങ്ങളുടെ ആഘോഷം എന്നുള്ളത് മെഡിക്കൽ കോളേജിലും RCCയിലും പെരുന്നാൾ ദിവസം ആഘോഷിക്കാതെ അവർ ആഘോഷത്തിനും പോകാതെ രോഗികൾക്കൊപ്പം ഇരിക്കുന്ന അവരുടെ ബൈസ്റ്റാൻഡറുകൾക്കും രോഗികൾക്കും ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് SKSSF ഭീമാപള്ളി മേഖലാ കമ്മിറ്റി ഇന്ന് നൽകുന്നത്. SKSSFനെ സംബന്ധിച്ചോളം നമുക്കറിയാം, പ്രാദേശിക തലത്തിൽ പോലും ആരോഗ്യകരമായിട്ട് അതൊക്കെ ചികിത്സാ സഹായങ്ങൾ, അതുപോലെ തന്നെ സാധുക്കൾക്ക് വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഭക്ഷണ വിതരണം, അതൊക്കെ ഈ സഹചാരി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ചെയ്തു വരുന്നത്. പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് സമസ്തയുടെ SKSSFൻ്റെ ഓഫീസ് ഉള്ളത്. അബ്ദുൽ ജബ്ബാർ SKSSFൻ്റെ ഭീമാപള്ളി മേഖല പ്രസിഡന്റും കൂടിയാണ്. എല്ലാ വർഷവും എല്ലാ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പെരുന്നാൾ, നബിദിനം, മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ RCCയിലെ പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ വിഭവസമൃദ്ധമായ നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം അവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1500 പേർക്കോളം ഭക്ഷണം നമ്മൾ ശേഖരിച്ച് SKSSFൊക്കെ സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. സംഭവം എന്താ വലിയൊരു പിക്കപ്പ് വണ്ടിയിലാണെങ്കിൽ ഫുഡൊക്കെ ആണെങ്കിൽ സംഭവം എന്താ സെപ്പറേറ്റ് ആയിട്ട് പാർസലൊക്കെ സംഭവം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ബിരിയാണി, അതുപോലെ തന്നെയാണ് ഇന്ന് പെരുന്നാൾ ദിനത്തിൽ ഒരു വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതിനെക്കാട്ട് ഭംഗിയായ നിലക്കാണ് നമ്മൾ RCCയിലെ രോഗികൾക്കും അതുപോലെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരോട് ഇരിക്കുന്ന ബൈസ്റ്റാൻഡർക്കും വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മളെ വീട്ടിൽ കഴിക്കുന്നത്. SKSSFന്റെ പ്രവർത്തകർ നമ്മൾ കണ്ടല്ലോ, ബോർഡൊക്കെ സമസ്തയുടെ പ്രവർത്തകരാണ്. നമ്മൾ ഓരോ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ അപ്പൊ നമുക്ക് കണ്ടതിനെ അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം 3500 പേർക്കുള്ള ഭക്ഷണമാണെങ്കിൽ സെപ്പറേറ്റ് ചെറിയ പൊതിയിലായിട്ടാണ് സംഭവം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും കൊടുക്കുന്നതാണ് കേട്ടോ. എല്ലാ കൊല്ലവും 2 പ്രാവശ്യം കമ്മിറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സംഭവം എല്ലാവർക്കും എത്തിക്കുന്നതായിരിക്കും. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലും RCCയിലുമുള്ള പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ആണെങ്കിൽ സംഭവം നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഭക്ഷണപ്പൊതികളൊക്കെ ആണെങ്കിൽ ഇതാ സംഭവം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാക്കറ്റ് ഓരോ കവറിലാണെങ്കിൽ ഏകദേശം 20-25ഓളം പാക്കറ്റുകളൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. 3500ഓളം പൊതികളാണെങ്കിൽ കണക്കനുസരിച്ചിട്ടുള്ള 3500ഓളം പൊതികളാണെങ്കിൽ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പൊതിയെല്ലാം സംഭവം ഫുള്ളും പാക്ക് ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടി നിറയെ ഭക്ഷണ പൊതികളാണ് നമ്മൾ നേരെ RCCയിലോട്ടും ശ്രീചിത്രയിലോട്ടും മെഡിക്കൽ കോളേജിലുമുള്ള രോഗികൾക്ക് വേണ്ടി സംഭവം നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് രോഗി. അപ്പോൾ ഇത്രയും പേരാണ് SKSSFന്റെ പ്രവർത്തകർ, ഭീമാപള്ളി യൂണിറ്റ്. നമ്മൾ നേരെ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകണം. എത്ര സമയം കൊണ്ട് എത്തും മെഡിക്കൽ കോളേജിൽ? ഭീമാപള്ളിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ 25 മിനിറ്റിനകത്ത് തന്നെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഭീമാപള്ളി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് വേറൊരു പ്രവർത്തകൻ കൂടിയുണ്ട്. മുണ്ടിയല്ലേ
സംഭവം എന്താ, നമ്മൾ അമ്മയും കുഞ്ഞും പ്രതിമയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സംഭവം എന്താ, എല്ലാം ഇനിയിപ്പോൾ കവറൊക്കെ മാറ്റി പെട്ടെന്ന് സംഭവം ഫുഡിങ്സ് കൊടുക്കണം. ആദ്യത്തെ ഒരാൾ കൊടുത്ത് സംഭവം ആദ്യത്തെ ഒരാൾക്ക് സംഭവം കൊടുക്കണം. SSFൻ്റെ കെയർ ഓഫിലായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് സമയത്തും കൊടുക്കാറുണ്ട്, അതുകൂടാതെ തന്നെ പെരുന്നാൾ സമയത്ത് കൊടുക്കാറുണ്ട്. SITക്ക് അകത്തുണ്ട് വലിയൊരു ലോങ് ക്യൂ ആണെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അങ്ങ് വരെ ക്യൂ ഉണ്ട്. വലിയ രീതിയിലുള്ള ഒരു ലോങ് ക്യൂ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ SKSSFൻ്റെ കെയർ ഓഫിലായിട്ടാണെങ്കിൽ എല്ലാ പെരുന്നാളിനും എല്ലാ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭക്ഷണ വിതരണമാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. പ്രിയമുള്ളവരെ, SKSF ഭീമാപള്ളി മേഖലാ കമ്മിറ്റി വലിയ പെരുന്നാൾ ദിനമായ ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് മെഡിക്കൽ കോളേജ് RCC പോലുള്ളവിടത്തുള്ള രോഗികൾക്കും അവരെ സംരക്ഷിക്കുന്നവർക്കും ബൈസ്റ്റാൻഡറും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ ഇവരോടൊപ്പമാണ്, വളരെ സാധാരണക്കാർക്കൊപ്പം. ജാതി മത ഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇന്നൊരു ദിവസം റാഹത്താകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവരെല്ലാവരും വലിയൊരു ലോങ് ഒരു ക്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. SITയുടെ അകത്തോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 300-350 പേരാണെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് നടക്കോളാം. സ്പീഡ് കൊടുത്തോ. ഇഷ്ടംപോലെ പേരുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ചെറിയ രീതിയിൽ തൂറ്റാൻ വേണ്ടിയുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. പെട്ടെന്ന് എല്ലാവരും വന്ന് പെട്ടെന്ന് മേടിച്ചോ. മഴ ചെറിയ രീതിയിലുള്ള വരാനുള്ള സാധ്യത ഉണ്ട്. പെട്ടെന്ന് കൊടുത്ത് ഒരാൾക്ക് ഒരു പൊതി എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ പേരാണ് ക്യൂ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ഒരു പൊതി എന്നുള്ള രീതിയിൽ തന്നെ മാക്സിമം മേടിച്ചൊന്ന് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾക്ക് ഒരു പൊതി എന്നുള്ള രീതിയിലാണ് സംഭവം കൊടുക്കുന്നത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഉണ്ട്. എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഭക്ഷണം ഓരോ പൊതി വെച്ച് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ആവശ്യമുള്ളവർ ലൈനായിട്ട് വന്ന് മേടിക്കുക കേട്ടാ. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഏകദേശം ഒരു 500ഓളം ആൾക്കാർക്കാണെങ്കിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 500ഓളം കൊടുത്തു. 500-ൽ കൂടുതൽ ആൾക്കാർ കൊടുത്തായിരിക്കും ഇപ്പോൾ. 2500 ആൾക്കാർക്ക് ഇതിൽ കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെ പൊതുവെ എങ്ങനെ പബ്ലിക്കിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? പബ്ലിക്കിന്റെ റെസ്പോൺസ് പറഞ്ഞാൽ അവർ ഇത് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. അവർ എല്ലാ കൊല്ലവും പ്രതീക്ഷിക്കുന്ന സാധനമാണ് ഇത്. എല്ലാ കൊല്ലവും ഭീമാപള്ളിയിലെ SKSFന്റെ കീഴിൽ നിന്ന് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇവിടെ ഫുഡ് വരുന്നുണ്ടെന്നും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പെരുന്നാളിനും, വലിയ പെരുന്നാളാകട്ടെ ചെറിയ പെരുന്നാളാകട്ടെ, എല്ലാ പെരുന്നാളിലും പബ്ലിക് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ രീതിയിലാണെങ്കിൽ മഴ ഇപ്പോഴേ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുക്കാം. സമയമില്ല. പെട്ടെന്ന് ആവട്ടെ. പ്രവർത്തകരൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇതാ ഭക്ഷണ പൊതികളാണെങ്കിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണ പൊതികളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്പീഡ് കൊടുത്തേക്കും. സമയം കളയണ്ട. ഇഷ്ടംപോലെ പേര് ഇപ്പം തന്നെ ഏകദേശം ഒരു 500ഓളം ആൾക്കാരാണ് ഇപ്പോഴേ വെളിയിലാണ് ഈ ക്യൂ നിൽപ്പുണ്ട്. കണ്ടല്ലോ, പെട്ടെന്ന് കൊടുക്കും. മഴ തൂറ്റുന്നുണ്ട്. സ്പീഡ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയും ഒരു 1000-1200ഓളം പൊതിയോളം ബാലൻസ് ഉണ്ട്. 1500ഓളം ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ മഴ ചെറുതായിട്ടുള്ളതിന് പേരിൽ പെട്ടെന്ന് കൊടുക്കാമെന്നാണ് കരുതുന്നത്. സമയമില്ല. 1500ഓളം ആൾക്കാർക്ക് നമ്മുടെ ബ്ലോഗറും കൂടി ഇവിടെ സഹായിക്കുകയാണ്. കണ്ടല്ലോ, അദ്ദേഹവും ഈ പ്രവർത്തനം കണ്ടപ്പോൾ അദ്ദേഹത്തിനും വളരെ സന്തോഷം. നല്ല കാര്യമാണ്. വളരെ സജീവമായുള്ള നല്ല ബ്ലോഗറാണ്. എല്ലാവരും ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സാമൂഹിക നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഓക്കെ, സമയമില്ല. പെട്ടെന്ന് മഴ വേണമെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കാം.
സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4000-ഓളം ഭക്ഷണപ്പൊതികൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് ഭക്ഷണപ്പൊതികൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓരോ പൊതി വീതം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഭക്ഷണപ്പൊതി എല്ലാം ഫുള്ളും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? വളരെ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചത്. 4000-ലേറെ പേർക്കാണ് ഭക്ഷണം നൽകിയത്. നിങ്ങൾ കണ്ടല്ലോ, ഈ പവിത്രമായ ദിനത്തിൽ SKSFന്റെ ഭീമാപള്ളി മേഖലാ കമ്മിറ്റിയുള്ള പ്രവർത്തകർക്ക് വളരെ സജീവമായി തന്നെയാണ് ഇവിടെ കൊടുക്കുവാൻ സാധിച്ചു. ഞങ്ങളെ പ്രവർത്തകരാണ്, ഇത്രയും പേരാണ് ഇതിനു വേണ്ടി പ്രയത്നിച്ചതും പ്രവർത്തിച്ചതും. ഇതുപോലെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് വീട്ടിലെ ജനങ്ങൾ, ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരിമാർ ഈ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കൊല്ലവും കൊടുക്കുവാൻ കഴിഞ്ഞ് ഇനി വിശേഷപ്പെട്ട ദിവസങ്ങളിലും മറ്റുള്ള ദിനങ്ങളിലും ഞങ്ങൾ ഇതുപോലെ ഭക്ഷണങ്ങൾ നൽകുന്നതായിരിക്കുമെന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും.